ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ബോബി ചെമ്മണ്ണൂരിന് ആശ്വാസകരമാണ്, ജാമ്യം കിട്ടുന്നു. പക്ഷേ അതിനൊപ്പം കോടതി നൽകുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. സമൂഹത്തിലെ ഏറ്റവും സമ്പന്നനും വ്യവസായിയും ആണെങ്കിൽ കൂടിയും പൊതുവേദിയിൽ എന്തും പറയാം, അതിന് നിയമപരമായ പിന്തുണ കിട്ടും എന്ന് കരുതുന്നവർക്കുള്ള തിരിച്ചടി കൂടിയായി ഈ കേസിനെ നമുക്ക് കാണണോ? അങ്ങനെയെങ്കിൽ ഇതൊരു തുടക്കമാവുമോ? തീർച്ചയായിട്ടും അങ്ങനെ. അതായത് ഇത്രയും സമ്പന്നനായ ഒരാൾ, ഇത്രയും സ്വാധീനമുള്ള, പണം കൊണ്ടും സാമൂഹികമായും ഒക്കെ ഇപ്പൊ നമുക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി കാണാം അദ്ദേഹത്തെ എത്രമാത്രം ആളുകളാണ്, അതായത് അത്തരം നെഗറ്റീവ് ആൾക്കാരെ പിന്താങ്ങാൻ ഇവിടെ ഒരു വലിയ സമൂഹമുണ്ട്. അത് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു ധൈര്യം. അതിനുമപ്പുറം നിയമം അല്ലെങ്കിൽ കോടതി ഇതെല്ലാം തെറ്റാണ്. നിങ്ങൾ ഇത്തരത്തിലൊരു വാക്കുകൾ പ്രചരിപ്പിക്കുന്നത്, സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനകൾ പറയുന്നത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ഒരു ആദ്യപടിയായിട്ടുള്ള ഒരു ചെറിയ ശിക്ഷയാണ് ഈ 7 ദിവസം അദ്ദേഹം അകത്ത് കിടന്നു എന്നത്. അത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ആശ്വാസവും സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ഒരു ദിവസം ജയിലിൽ കിടന്നാൽ പോലും അതൊരു ജയിലാണ്, അതൊരു ശിക്ഷയാണ്. ആ ശിക്ഷ കിട്ടുമ്പോൾ മാത്രമേ ഇത്തരക്കാർ ഒരു പാഠം പഠിക്കുകയുള്ളൂ. ഇപ്പോ അദ്ദേഹത്തെ ന്യായീകരിച്ച് ചാനലിൽ തൊണ്ട കീറി സംസാരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരൊക്കെ മനസ്സിലാക്കാതെ പോകുന്നത് എപ്പോ വെറുതെ വിടുമ്പോൾ കോടതിയെ വാഴ്ത്തിപ്പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരക്കാരെ ശിക്ഷിക്കുമ്പോ അത് നേരെ മറിച്ചും സംസാരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ്, ഇത്തരക്കാരെ നിങ്ങൾ ന്യായീകരിക്കാൻ സാധിക്കില്ല. കാരണം കോടതി ഇത്തരക്കാരെ വളരെ സൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ശിക്ഷ ഇനി അടുത്ത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത നടപടി പോകേണ്ടി വരും എന്നുള്ള ഒരു വലിയൊരു മുന്നറിയിപ്പാണ്. അത് തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഒരു കാര്യം കൂടിയുള്ളത്, നമുക്കറിയാം ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിലായതിനു ശേഷം അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മറുവശത്ത് നടക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അത് പെയ്ഡ് ആണോ എന്ന സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെ പെയ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും അത്തരം നീക്കം നടത്തുന്നവർക്ക് കൂടിയുള്ള ഒരു മറുപടി ഈ കോടതി വിധിയിലുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷണം അതിൻ്റെ അകത്തുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ നിങ്ങളിനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് നൽകാമോ എന്ന ചോദ്യം പോലും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ അപൂർവമായിട്ടാണ് ഒരു നീതി ന്യായ വ്യവസ്ഥയിൽ ഒരു ആത്മവിശ്വാസം വരുന്നത്. ചില അവസരങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട്, എന്താണ് കോടതി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ കോടതിക്കെതിരെ സംസാരിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ വളരെ അപൂർവമായിട്ടുള്ള ചില ജഡ്ജസ്, ഇപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ചപ്പോ ചിലരൊക്കെ പറഞ്ഞു അതൊരു സ്ത്രീയാണ് അന്ന് അവിടെ ഇരുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമതിരുന്നത് സ്ത്രീ ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആ ഇരിക്കുന്ന ജഡ്ജിക്ക് മനസ്സിലാകും അത്തരം മൂല്യത, അദ്ദേഹം അത്തരം തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിൽ പരത്തരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വിധി വരുന്നതും. അല്ലെങ്കിൽ ഇപ്പോ യഥാർത്ഥത്തിൽ ഇതൊരു കമന്റ് ആണ്, ഒരാളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരാൾ കമന്റ് പറഞ്ഞതല്ലേ, അതൊരു സോറി പറഞ്ഞാൽ തീരാവുന്നതല്ലേ എന്ന് പലരും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കേട്ടു. അല്ല, സോറി പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ അത് നിർത്തണമെന്നില്ല. അത് ഇനിയും മുൻപോട്ട് പറയാതിരിക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ആ ഒരു ശിക്ഷ, നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ചില കുട്ടികൾ എഴുന്നേറ്റ് നിൽക്ക്, ബെഞ്ചിന്റെ പുറത്ത് നിൽക്ക്, അല്ലെങ്കിൽ മൂലയിൽ മാറി നിൽക്ക് എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ, ഇനി മേലിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് സമൂഹത്തിൽ പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരു പെണ്ണിന്, പ്രത്യേകിച്ച് ഒരു പെണ്ണിന് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ അത് പെണ്ണിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കുഴപ്പമായി കാണാനാണ് പുരുഷ സമൂഹത്തിന് ഏറ്റവും താല്പര്യം. എല്ലാത്തിനും അവളും എന്തിനങ്ങനെ ചെയ്തു, അവൾ എന്തിനാ ആ സമയത്ത് അവിടെ പോയി, അവൾ എന്തിനാണ് അയാളോട് ചിരിച്ച് സംസാരിച്ചത്, ഇത് എല്ലാം, അതായത് നീ കാരണമാണ് ഞാൻ ഇത് ചെയ്തത്, നീ കാരണമാണ് അയാൾ ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ത്വര വല്ലാതെ സമൂഹത്തിനുണ്ട്. പക്ഷെ ഇത്തരക്കാർ മനസ്സിലാക്കുന്നില്ല, ഇത് അവരിലേക്ക് എത്താൻ അധിക ദൂരമില്ല. അവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞത് തെറ്റായിരുന്നു, നമ്മൾ ചിന്തിച്ചത് തെറ്റായിരുന്നു എന്ന്. തീർച്ചയായിട്ടും പല ആളുകളും
ഇപ്പൊ ആണുങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഇയാൾക്ക് വേണ്ടി ചാനലിലിരുന്ന് വാദിക്കുന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് താഴെ എന്ത് തെറി പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് അത് അത്രയല്ലേ ഉള്ളൂ, അദ്ദേഹത്തെ പോലെ എനിക്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് ചിലപ്പോൾ അതിന് പ്രതികരിക്കണം എന്ന് തോന്നും. ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. എനിക്ക് ശരിയല്ല എന്ന് ഇന്ന് എനിക്ക് തോന്നിയെങ്കിൽ അത് ശരിയല്ല തന്നെ. അത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നത്. അയാൾക്ക് ബെയിൽ കിട്ടും എന്നുള്ളത് പിന്നെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. ഇത് അയാൾക്ക് ഒരു വലിയ പാഠമായി അയാൾ മനസ്സിലാക്കണം. അയാൾ ഇനി മുതലെങ്കിലും ഒരു സ്ത്രീയെയും, അയാൾ ഒരു ഹണി റോസിനെ അല്ല, സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിക്കുന്ന പ്രസ്താവനകളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഇതൊരു വലിയ മാറ്റമുണ്ടാകട്ടെ ഈ 7 ദിവസത്തെ ശിക്ഷ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, അതായത് ഇപ്പം ഈ ബോബി ചെമ്മണ്ണൂർ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന ഞങ്ങൾ മാധ്യമങ്ങൾക്കടക്കം, ഞങ്ങളുടെ സമൂഹ മാധ്യമ പേജുകളിലടക്കം താഴെ വരുന്ന കമന്റുകൾ വലിയ തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഫാൻസിന്റെ ഒരു വലിയ ആക്ടിവിസമാണ് അവിടെ പലപ്പോഴും കാണാനുള്ളത്. അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയ കമന്റുകളല്ല പൊതുജനം നിർണ്ണയിക്കുന്നത്, പൊതുജന അഭിപ്രായം അതല്ല എന്നുകൂടി കോടതി വലിയ ദീർഘവീക്ഷണമുള്ള ഒരു നിരീക്ഷണം കൂടിയൊക്കെ ഇതിനകത്ത് നടത്തുന്നു എന്ന വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയും അതിനടിയിൽ വരുന്ന കമന്റുകളെയും ചാനൽ ചർച്ചകളെയും എല്ലാം തന്നെ കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ ജഡ്ജസ് അവിടെ സംസാരിക്കുന്നത്. അത് നമുക്കൊക്കെ വലിയൊരു സന്തോഷവും ആത്മവിശ്വാസവും തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പെയ്ഡ് ഒരു വലിയ പിന്നെ വിഭാഗം ഇത് പെയ്ഡ് തന്നെയാണ്. ഈ അടിയിൽ വന്ന് കമന്റ് ഇടുന്നവരെല്ലാം പെയ്ഡ് തന്നെയാണ്. ഞാനൊരു മറ്റൊരു വീഡിയോ കണ്ടു. ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ സ്ത്രീകളെ മാത്രം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന ഒരു വീഡിയോയും കൂടി കണ്ടു. അവരുടെയൊക്കെ ഒരു നിവർത്തികേടാണ്. മാസ ശമ്പളം കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ അവര് എന്താ പറയാ, നിവർത്തികേടാണ് അവരുടെ. ആ നിവർത്തികേടാണ് ആ വീഡിയോയിൽ കൂടി എനിക്ക് സഹതാപം തോന്നിപ്പോയി ആ സ്ത്രീകളോട്. അവർ ചെയ്യുന്നത് എന്താണ് എന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. അത്തരക്കാർക്കൊക്കെ തന്നെ ഈ കോടതിയുടെ പിന്നെ ഈ ഓരോ വാചകവും വലിയൊരു പാഠമാണ്, നമുക്കൊക്കെ വലിയൊരു ആശ്വാസവുമാണ്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഇതിൽ പലപ്പോഴും നമുക്കറിയാം സർക്കാരുകളാണ് ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും രാഷ്ട്രീയ സമ്പന്നരുടെ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിപ്പോവാറുള്ളത്. പക്ഷേ ഇവിടെ പോലീസിന്റെ ഒരു ആക്ഷൻ കൂടി പരാമർശിച്ചു പോകണമെന്ന് തോന്നുന്നു. കാരണം ബോച്ചയെ അറസ്റ്റ് ചെയ്യുക എന്ന വളരെ ചടുലമായൊരു തീരുമാനം പെട്ടെന്ന് കൈക്കൊണ്ടു എന്നൊരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതില് പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ കഴിഞ്ഞ ഹേമ കമ്മിറ്റി വിഷയമൊക്കെ നടന്ന സമയത്ത് പലരും പറഞ്ഞു അവർ ഉന്നതരായത് കൊണ്ടല്ലേ അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. ചിലപ്പോ ഒരു ചെറിയ 1 ദിവസത്തെയോ 2 ദിവസത്തെയോ ഡിലേ വരുമ്പോൾ അവർ ഇങ്ങനെ ഒളിവിൽ പോകാനുള്ള അവസരമൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് വളരെ ദ്രുതഗതിയിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് പോയത്. തീർച്ചയായിട്ടും പോലീസിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ, സർക്കാരിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. ഇപ്പൊ എന്റെ ഒരു കേസ് അന്ന് നടന്നപ്പോൾ പോലും സർക്കാർ പൂർണ്ണമായിട്ടും എന്നോടൊപ്പം നിന്നതാണ്. അത് എനിക്കെതിരെ ആയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആളുകൾ കമന്റ് ഇട്ടതും തെറി വിളിച്ചതും എല്ലാം എനിക്കെതിരെയായിരുന്നു. ഞാനെന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള മട്ടിലാണ് എല്ലാവരും സംസാരിച്ചത്. അതായത് ഏതൊരു പെണ്ണും, അത് ഹണി റോസ് എന്നല്ല, ഭാഗ്യലക്ഷ്മി എന്നല്ല, ഏതൊരു പെണ്ണും തനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ കരയണം എന്നിട്ട് പോയി സമൂഹ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് അപേക്ഷിക്കണം. നോക്കൂ, ഇയാൾ ഇങ്ങനെ ചെയ്തത് കണ്ടില്ല നിങ്ങളല്ല. അതായത് നമ്മൾ ഇവരുടെ മുമ്പിൽ ചെന്ന് അപേക്ഷിക്കണം. ഈ സമൂഹത്തിന് മുൻപിൽ സ്ത്രീ ചെന്ന് എനിക്ക് നീതി വാങ്ങി തരൂ എന്ന് അപേക്ഷിക്കണം. സ്ത്രീ ധൈര്യത്തോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഇറങ്ങുന്ന സ്ത്രീ ചീത്ത സ്ത്രീയാണ്. അങ്ങനെ നീ ഇറങ്ങുന്നത് കൊണ്ടാണ് നിനക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്നതാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇവർ പറയുന്നതിന്റെ ഏറ്റവും വലിയ അർത്ഥം. തീർച്ചയായിട്ടും എനിക്ക് സർക്കാരിനോടും ഒപ്പം പോലീസിനോടും അതോടൊപ്പം തന്നെ ഇത് രണ്ടും കൽപ്പിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും
ഞാൻ ഇത് ചെയ്തിരിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് പോയ ഹണി റോസിനോടും ഒക്കെ നമ്മളിവിടെയുള്ള പല സ്ത്രീകളും അത് നന്ദി പറയണം. കാരണം അവർ കാണിച്ചു തന്ന ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയിൽ കൂടി ഇനി സാധാരണക്കാരനും സഞ്ചരിക്കാൻ പറ്റും. ഇതിപ്പോ പലരും പറയും അവർ സ്വാധീനമുള്ളവരായതുകൊണ്ടാണോ എന്നൊക്കെ പറയും. നോക്കൂ, സ്വാധീനമുള്ള ആണെങ്കിൽ കൂടി അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത് വന്നതെങ്കിൽ കൂടി നാളെ നമുക്ക് പലർക്കും ഇത് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. നാളെ സർക്കാരിന്റെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ പോലീസിന്റെ മുമ്പിലോ ഒക്കെ അവർക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു നീതി വാങ്ങി കൊടുത്തല്ലേ, എന്തുകൊണ്ട് പൗരനല്ലേ എന്ന് പറയാനുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ട് എന്നൊരു വഴി കാണിച്ചു കൊടുത്തത് തീർച്ചയായിട്ടും ഹണി റോസിന്റെ ആ മൂമെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അതെ ഭാഗ്യലക്ഷ്മി, ഇതിപ്പോ നമ്മൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹ മാധ്യമ പേജുകളിലെ കമന്റ് പോലും ശ്രദ്ധേയമാണ്. ഇപ്പോൾ താങ്കൾക്കും എനിക്കും എതിരെ അടക്കമുള്ള പരാമർശങ്ങൾ പലപ്പോഴും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ പെയ്ഡ് ഏജൻസികളാണോ അതല്ലെങ്കിൽ ഈ ഫാൻസിന്റെ ആക്ടിവിസം ആണോ എന്താണോ പ്രകടമാവുന്നതെന്ന് അറിയില്ല. എന്തായാലും കമന്റ്സിൽ കൂട്ടത്തോടെയുള്ള ആക്രമണമാണ് നടക്കുന്നത്. വരട്ടെ അങ്ങനെയൊക്കെ അവർ എഴുതട്ടെ. എഴുതി ഒരു ദിവസം ഇതെല്ലാം ഈ കമന്റ് എഴുതുന്നവന്റെ വീട്ടിലേക്കും വരും. അവന്റെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ ഇത് വരുമ്പോൾ അന്ന് അവർ പഠിച്ചുകൊള്ളും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിൽ കൂടിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അവർക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടാവട്ടെ. കാരണം ഇവരൊക്കെ ഒരു ജോലിയും ചെയ്യാതെ മൊബൈലിന്റെ മുൻപിൽ ഇരുന്ന് കമന്റുകൾ മാത്രം ചെയ്യുന്നത് ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നവരാണ്. അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാം. നമ്മളുടെ ലക്ഷ്യം മുഴുവനും ഇതിനൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതും ഒപ്പം നമ്മളോടൊപ്പം ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു പരമോന്നത നീതിപീഠം എന്ന് പറയുന്ന ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി, ഇവിടെയൊക്കെ ഇത്തരം നിയമങ്ങളുണ്ട്. അവരൊന്നും വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ വിധി പുറപ്പെടുവിക്കുന്നതല്ലല്ലോ. ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന് ഏറ്റവും വലിയ ഉന്നതനായ അല്ലെങ്കിൽ എല്ലാ എന്താ പറയാ വളരെ സ്വാധീനമുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു വിധി അദ്ദേഹത്തിന് മുൻപ് ബെയില് 2 കോടതിയും കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം വെറുതെ ഒരു നീതി ന്യായ വ്യവസ്ഥയിൽ ഇത് പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ അത് പറയുന്നത്. അല്ലാതെ ഭരണഘടനയിൽ ഏത് സ്ത്രീയും എന്ത് തോന്നിവാസവും പറയാമെന്ന് ഒരു ഭരണഘടനയിലും പറയുന്നില്ല. ഒരു ഭരണഘടനയിലും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറിവിളി ഉണ്ടായിരിക്കും. അത് സമൂഹത്തിന്റെ കടമയാണ്, അല്ലെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് ഒരു ഭരണഘടനയിലും പറയുന്നില്ല. വിമർശിക്കാമെന്ന് പറയുന്നുണ്ട്, തെറി വിളിക്കാമെന്ന് ഒരു ഭരണഘടനയിലും പറയുന്നില്ല. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. യെസ്, എന്തായാലും വളരെ നന്ദി ഭാഗ്യലക്ഷ്മി ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിനും എന്തായാലും അഭിപ്രായം പറഞ്ഞതിനും.